തിരുവനന്തപുരം PTP നഗറിൽ മദ്യലഹരിയിൽ കോർപ്പറേഷന്റെ ടാങ്കർ ലോറി ഓടിച്ച് ഡ്രൈവർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. റവന്യൂ മന്ത്രി കെ രാജന്റെ ഔദ്യോഗിക വാഹനം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി അജീഷ്, എന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, ഒരു 11:15 ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്തെ PTP നഗറിലാണ്. ഇവിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ വാട്ടർ ടാങ്ക് ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ നഗരസഭയുടെ ലോറികൾ, അതായത് വാട്ടർ ടാങ്കറുകൾ വെള്ളം ശേഖരിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെയാണ്. രാത്രിയാണ് ഈ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിനു ശേഷം രാവിലെ ആ വെള്ളം ശേഖരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. ഇവിടെയാണ് ഈ ഒരു ടാങ്കർ ലോറി, അതാണ് നഗരസഭയുടെ ഒരു ടാങ്കർ ലോറി ഓടിച്ചു വന്ന് അയാൾ മദ്യലഹരിയിലായിരുന്നു. ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറികളിലെല്ലാം ഇടിക്കുകയും ഒപ്പം തന്നെ ലാൻഡ് ബോർഡിൽ നിന്ന് ഇറങ്ങി വന്ന റവന്യൂ മിനിസ്റ്റർ കെ രാജന്റെ വാഹനത്തെ ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് അപകടമായിരുന്നു. തലനാരിഴയ്ക്കാണ് റവന്യൂ മിനിസ്റ്ററുടെ വാഹനത്തിൽ ഇടിക്കാതെ രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ റവന്യൂ മിനിസ്റ്റർ അടക്കം നേരിട്ട് ഇറങ്ങി ഈ വാഹനത്തിന്റെ ഡ്രൈവറെ പിടിച്ച് പുറത്തിറക്കി താക്കോൽ ഊരി വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപിച്ചിരുന്നു എന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. നാട്ടുകാരും ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരുന്നു. റവന്യൂ മന്ത്രി സുരക്ഷിതമായി മന്ത്രിമന്ദിരത്തിലേക്ക് പോയി കഴിഞ്ഞു. എന്തായാലും ഈ ഡ്രൈവറെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.